ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ 18 അപ്പം ഏകദേശം നോമ്പ് കഴിഞ്ഞല്ല, ഇനിയൊരു 12 അല്ലെങ്കിൽ 11 നോമ്പ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ 18 നോമ്പിൻ്റെ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല. ഇന്നും ഞാൻ എൻ്റെ വീട്ടിലുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് പോകും. അപ്പം കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, തീരായിട്ട് ഭയങ്കര ക്ഷീണമാണ് നോമ്പിന്. എന്തായാവും നല്ല ക്ഷീണമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അങ്ങനെ അതാ നമ്മൾ നേരെ കിച്ചണിലോട്ട് വന്ന്. അപ്പോൾ ഇവിടെ മതി തരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴംപൊരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊരിക്കടിയായിട്ട് കേട്ടോ. ഫ്രൂട്ട്സിൽ 2-3 ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മുഹബത്തിക്ക സർബത്തും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആട്ടിൻ്റെ ഇത് എന്താ പറയുക, ആട്ടുകൂർമ്മ ഉണ്ടാക്കി, ആടിന് കൂർമ്മക്കാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടേബിൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടേബിളിൽ ഇത് എല്ലാ കാര്യങ്ങളും തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ മുന്തിരി ജ്യൂസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ജഗ്ഗിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് കുടിക്കാം എന്നുള്ള രീതിയിലാണ് വെച്ചത്, വെറുതെ നാശാക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ഇത് നോമ്പറക്കാൻ നേരാകുമ്പോഴത്തേനും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ അത് നൊങ്കറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ അത് പിന്നെ അതേ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ അതേ പ്ലേറ്റിലിട്ടിട്ടുണ്ട്. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പ്ലേറ്റിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്കൾക്കൊക്കെ കൊടുത്ത്, എന്നതിന് ശേഷം നമ്മൾ നേരെ അതേ ടേബിളിൽ കൂടുന്ന വെച്ചിട്ടാണ് നോമ്പറക്കാൻ നേരമായപ്പോഴത്തേന് ടേബിളിൽ കൂടുന്ന വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തത്. അങ്ങനെ പിന്നെ അതേ ബാങ്ക് കൊടുത്തു കേട്ടോ. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ ഇതാ നമ്മുടെ കുഞ്ഞ് ചെറിയൊരു നോമ്പ് തുറ അവിടെ കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് പിന്നെ എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് നേരം നമ്മൾ മുന്നേരത്തേക്ക് വന്നിരുന്നു കേട്ടോ. പിന്നെ ദൈസിൻ മോൻ അതിൻ്റെ ഇടയിൽ ഒരിക്കടി വീണ് കൊടുത്തിച്ച് തിന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ചേന്നർക്ക് വരണമല്ലോ, അതുകൊണ്ട് പിന്നെ നേരത്തെ കാലത്ത് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പൊറാട്ടയും അതുപോലെ നമ്മൾ ആടുകൂർമ്മേൻ്റെ കറിയാണ് ഉണ്ടായിരുന്നത്. അതും കഴിച്ച് പിന്നെ അതേ വീട്ടുകാരും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മക്ക കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വരാൻ നോക്കി കേട്ടോ. അങ്ങനെ ഇതാ ഒടുക്കം ഞാൻ നമ്മുടെ ചേന്നരെത്തിയിട്ടുണ്ട് കേട്ടോ. ചേന്നരെത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഐസിൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതേ പിന്നെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.